പെന്തക്കോസ്ത തിരുനാൾ. നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഇന്നത്തെ ചോദ്യം: നിന്റെ ഉള്ളിലുള്ള സന്തോഷം മറ്റുള്ളവർക്ക് എടുത്തു കളയാൻ പറ്റുന്ന സന്തോഷമാണോ, എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷമാണോ? ചോദ്യം ഒന്നുകൂടെ. ഉള്ളിലുള്ള സന്തോഷം മറ്റുള്ളവർക്ക് എടുത്തു കളയാൻ പറ്റുന്നതാണോ, എടുത്തു കളയാൻ പറ്റാത്തതാണോ? പറ്റാത്തതാണ്. ആദ്യം തന്നെ വേറൊരു കാര്യം ചോദിക്കണം. ഉള്ളിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു. ഉള്ളിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചില സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റും, ചില സന്തോഷങ്ങൾ എടുത്തു കളയാൻ പറ്റില്ല. ഈശോ പറയുകയാണ്, ഞാൻ തരുന്ന സന്തോഷം, അല്ലെങ്കിൽ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുകയും പിതാവ് നിങ്ങൾക്ക് അനുഗ്രഹം തരുകയും ചെയ്യും, ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷത്തെക്കുറിച്ചാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ ലോകം തരുന്ന എല്ലാ സന്തോഷങ്ങളും നൈമേഷികമായ സന്തോഷങ്ങളാണ്. അതിൽ തന്നെ താൽക്കാലികമാണ്. മറ്റുള്ളവർക്കും അത് എടുത്തു കളയാൻ പറ്റും. ഒരു ഉദാഹരണത്തിന്, നമ്മൾ നല്ല ഒരു തമാശയൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. നല്ല നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട്, നിങ്ങൾ എന്താണ് ഇവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് ഒച്ചയുണ്ടാക്കുന്നതെന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ സന്തോഷം പോയി. നിങ്ങൾ വെറുതെ ഇരുന്ന് ഇവിടെ ചിരിക്കുകയും സന്തോഷം വർത്താനമൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ഒരാൾ കണ്ണുരുട്ടി ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പോൾ നമ്മുടെ സന്തോഷം ദേ കിടക്കുന്നു ദും. അപ്പോൾ അതാണ് ഉദാഹരണം. നമ്മുടെ സന്തോഷം പോയി. അല്ലെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മീൻ്റെ മുള്ള് വായയിൽ കുടുങ്ങി. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അതുവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ സന്തോഷം പോയി, മുള്ളു കുടുങ്ങിയില്ലേ. അപ്പോൾ ഈ ലോകത്തിലുള്ള സന്തോഷങ്ങൾ അങ്ങനെയാണ്. അത് മറ്റുള്ളവർക്ക് താൽക്കാലികമാണ്. പക്ഷെ ഈശോ നമ്മുടെ ശ്രദ്ധയെ ഇന്ന് ക്ഷണിക്കുന്നത് എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷത്തിലേക്കാണ്. എന്ത് മുള്ളു കുടുങ്ങിയാലും എന്ത് കാലുളിക്കിയാലും നഷ്ടപ്പെടാത്ത, തല പോയാലും നഷ്ടപ്പെടാത്ത സന്തോഷത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുകയും പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായി നൽകുകയും ആ ആത്മാവിൻ്റെ സന്തോഷം നിങ്ങളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത് ആര് ജീവിച്ചാലും കൊള്ളാം, ആര് മരിച്ചാലും കൊള്ളാം, നമ്മുടെ സന്തോഷം നിങ്ങളൊന്നും പറയാത്തത്, ആര് മരിച്ചാലും നമ്മുടെ സന്തോഷം മാറുകയില്ല. അതാരും എടുത്തു കളയുകയില്ല. മരണം പോലും നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുകയില്ല. നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ശാശ്വതമായ സന്തോഷത്തെ അന്വേഷിക്കുന്നതിന് പകരം താൽക്കാലികമായ സന്തോഷങ്ങൾ, സുഖങ്ങൾ അന്വേഷിച്ചതാണ് നമ്മുടെ പാപം. ദൈവം തരുന്ന സന്തോഷങ്ങൾ മാറ്റിവെച്ചിട്ട് ലോകം തരുന്ന സന്തോഷങ്ങൾക്ക് പിറകെ പോകുന്നതാണ് നമ്മുടെ അപരാധം, അകൃത്യം. നമുക്ക് അനുതപിക്കാം. കർത്താവേ, അങ്ങ് തരുന്ന സന്തോഷത്തിൻ്റെ വില എന്താണെന്ന് കൂടുതൽ ആഴത്തിൽ ഗ്രഹിച്ച് ആ ആനന്ദത്തിനു വേണ്ടി ഈ ലോകത്തിലുള്ള മറ്റെല്ലാ സുഖങ്ങളും വേണ്ട എന്ന് വയ്ക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ഇതുവരെ വന്ന വീഴ്ചകൾക്ക് മാപ്പ് നൽകണമേ. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, ഈശോയേ.